അങ്ങനെ ബ്രാഞ്ച് തലം മുതൽ തുടങ്ങിയ സമ്മേളനങ്ങൾ ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ എത്തി നിൽക്കുകയാണ്. വിവിധ ജില്ലകളിലെ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് ജില്ലകളിൽ മാത്രമാണ് സമ്മേളനങ്ങൾ ബാക്കിയുള്ളത്. ഇടുക്കി ജില്ലാ സമ്മേളനത്തിനും തുടക്കമായിരിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് 6-ാം തീയതി വൈകിട്ട് പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ്. ഏതായാലും ഇടുക്കിയിലെ സമ്മേളന വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മലയോര ജില്ലയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ഇത്തവണത്തെ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും കൂടിയുണ്ട്. വിവരങ്ങളുമായി ജോസിൽ ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ വിശേഷങ്ങളുമായി. ജോസിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. മലയോര ജില്ല സമ്മേളനത്തിന്റെ ആവേശത്തിലാണ്, ചൂടിലാണ്. ജില്ലാ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളടക്കം ആ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് നമുക്കറിയാം. പ്രമേയങ്ങളൊക്കെ ആയി വരും. കാരണം വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ ഉള്ള മേഖല കൂടിയാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ജില്ലയിലെ വളർച്ച, പാർട്ടി നേടിയെടുത്ത നേട്ടങ്ങൾ, പാർട്ടിക്ക് തളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാം ഈ വരുന്ന 3 ദിവസം വലിയ ചർച്ചയാവുകയും ആ ചർച്ചകൾക്ക് മറുപടിയൊക്കെ പറഞ്ഞങ്ങനെ ഒരു സമ്മേളനത്തിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഇടുക്കി ജില്ലയിലെ CPMൻ്റെ സമര സംഘടനാ പ്രവർത്തനങ്ങളുടെ കോട്ടവും നേട്ടവും എണ്ണി പരിശോധിക്കുന്ന ഒരു സമ്മേളനമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നലെ വിവിധ രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ച പതാക, കൊടിമര, കപ്പികയർ, ദീപശിഖ പ്രയാണങ്ങൾ തൊടുപുഴയിൽ സംഗമിച്ചതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. ഇന്ന് ഇവിടെ ഈ സീതാറാം യെച്ചൂരി നഗർ ഇവിടെ ലിസ് ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ CPIMൻ്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം തുടങ്ങും. പ്രതിനിധി സമ്മേളനം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യം തന്നെ CPMൻ്റെ നടപടിക്രമം അനുസരിച്ച് സമ്മേളന പ്രതിനിധികൾ അകത്തു കയറിയ ഉടൻ തന്നെ ഒരു താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുക്കും. അതിനുശേഷം പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അതിനുശേഷം അകത്ത് കയറി രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും അവതരിപ്പിച്ചതിന് ശേഷം ഒരു സ്വാഗത പ്രസംഗത്തിന് ശേഷമായിരിക്കും ഉദ്ഘാടന പ്രസംഗം നടക്കുക. ഉദ്ഘാടന പ്രസംഗം CPMൻ്റെ ഒരു കഴിഞ്ഞ 3 വർഷക്കാലത്തെ സംഘടനാ റിപ്പോർട്ട് കൂടിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടന സെഷൻ വരെയാണ് മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ളത്. അതിനുശേഷം സെക്രട്ടറി കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഇടുക്കി ജില്ലയിലെ CPMൻ്റെ സമര സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്രിയാത്മകമായ റിപ്പോർട്ട് അവതരിപ്പിക്കും. ആ റിപ്പോർട്ടിന്മേലാണ് പിന്നീട് ഈ ജില്ലയിലെ 39,000-ലധികം വരുന്ന പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന 355 പ്രതിനിധികൾ, ആ പ്രതിനിധികൾ ഈ സംസ്ഥാന സെക്രട്ടറി നടത്തിയ സംഘടനാ റിപ്പോർട്ട്, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരെങ്കിലും സംഘടനാ റിപ്പോർട്ട് കൂടുതൽ അവതരിപ്പിക്കുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഒന്നെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഉദ്ഘാടന പ്രസംഗം തന്നെ സംഘടനാ റിപ്പോർട്ടായി കാണുകയും അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലും സമ്മേളന പ്രതിനിധികൾ, ഈ 355 പ്രതിനിധികളും ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി പിന്നീട് പൊതുചർച്ചയിലേക്ക് നീങ്ങും. അതിനുശേഷം അത് വിമർശനവും സ്വയം വിമർശനപരമായ, മനു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ, സമര സംഘടനാ പ്രവർത്തനത്തിൻ്റെ വിമർശനപരവും സ്വയം വിമർശനപരമായ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വേദിയായതിനു ശേഷം അതിന് സെക്രട്ടറി മറുപടി പറയുകയും പിന്നീട് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന, ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന നടപടികളിലേക്കെല്ലാം കടക്കുന്ന വളരെ ജനാധിപത്യപരമായ, കേന്ദ്രീകൃത ജനാധിപത്യത്തിലൂന്നിയ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ രാജ്യത്ത് സാധ്യമല്ലാത്ത രീതിയിൽ കൃത്യമായ അച്ചടക്കത്തോടു കൂടി കൃത്യം 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ സമ്മേളനം ഇടുക്കി ജില്ലയിൽ അത് പൂർണ്ണതോതിൽ വിജയമാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് KS കൃഷ്ണപിള്ളയുടെയും TN നസീറിൻ്റെയും മണ്ണിൽ തൊടുപുഴയിൽ ഇവിടുത്തെ CPM പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. മനു, ശരി.